ഹലോ കൂട്ടുകാരെ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊഞ്ച് ബിരിയാണിയാണ് കേട്ടോ. നമ്മളിവിടെ കൊഞ്ചെന്നാണ് പറയുന്നത്, ചിലയിടത്ത് ചെമ്മീൻ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി കുറച്ച് സ്റ്റൈലായിട്ടിരിക്കട്ടെ. അല്ലെങ്കിൽ നമ്മുടെ പ്രോൺസ് ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നെയ്യ് ആദ്യമായിട്ട് ഒഴിച്ചു. നെയ്യ് വീഴുന്നില്ല ഗായ്സ്, ഒരു കുഞ്ഞ് കരണ്ടി അതിനകത്ത് ഇട്ടിരുന്നത്. ഉള്ള നെയ്യ് കൊണ്ട്, നെയ്യ് വളരെ കുറവായിരുന്നു, കുറച്ച് ഉള്ള നെയ്യ് കൊണ്ട് അതിലിട്ട് അതിൽ കുറച്ച് ഞാൻ സവാള ഇട്ടു, പച്ചമുളക് ഇട്ടു, തക്കാളി, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അമ്മ എല്ലാവരോടും ഒരു ദിവസം അവരെല്ലാം കൂടെ പുറത്ത് പോയി. അപ്പോൾ എനിക്ക് ഒട്ടും പനിയായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പനിയായില്ലെങ്കിൽ എന്താ, നമുക്ക് ബിരിയാണി കഴിക്കാനൊരു പൂതി വന്നാൽ പിന്നെ കഴിച്ചാലേ പറ്റൂ. അപ്പോൾ വീട്ടിൽ ഉള്ള സാധനങ്ങളൊക്കെ ഇട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഭയങ്കര ഗ്രാൻഡായിട്ടൊന്നും പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ബിരിയാണിയൊന്നുമല്ല. അപ്പോൾ നന്നായിട്ട് അതൊരു ബ്രൗൺ കളറാക്കി. കാരണം എനിക്ക് നല്ല മടിയുണ്ട്, വിശക്കുന്നുമുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തക്കാളി ഞാൻ ഉള്ളി ഇട്ടപ്പോൾ പോയതാണ്. അതിനുശേഷം രണ്ടാമത് ഞാൻ കുറച്ചുകൂടി തക്കാളിയൊക്കെ ഇട്ട് അതും കൂടെ ഒന്ന് വഴറ്റി. കാരണം ഇതെനിക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കുന്ന ഡിഷ് ആയതുകൊണ്ടും പിന്നെ സമയം ഒട്ടും ഇല്ലാത്തത് കൊണ്ടും ഇൻഗ്രീഡിയൻസ് വളരെ കുറവായത് കൊണ്ടും ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ ഒരു ഈസി ബിരിയാണിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ടു. ബിരിയാണിക്ക് കറിവേപ്പില ഇടുമോ എന്ന് ചോദിക്കുന്നവർക്ക് ഇടാം, വേണമെങ്കിൽ ഇടാം. അപ്പം നമ്മൾ ചെമ്മീനൊക്കെ അല്ലേ, മീനിന് ഇച്ചിരി കറിവേപ്പില ഉണ്ടെങ്കിലല്ലേ കുറച്ചുകൂടി ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ പിന്നെ കറിവേപ്പില ഇട്ടാൽ. പിന്നെ മല്ലിയില, പുതിനയില, കായക്കൂത്ത് തുടങ്ങിയ സാധനങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ കുറച്ച് ഏലക്ക ഇട്ടു. ഈ ഏലക്ക എല്ലാ ബിരിയാണിയിലും മസ്റ്റാണ് കേട്ടോ. നമ്മൾ ബിരിയാണിയിൽ വേറെ ഒരു മസാല ഇല്ലെങ്കിലും ഏലക്ക ഇട്ടാൽ മതി. ഒരു കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ടാണ് എനിക്ക് ഏലക്ക പിച്ചി ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ പിച്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല, അത് വെള്ളം ഇട്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്ലേവർ ഇറങ്ങിക്കോളും. അപ്പോൾ അത് കുറച്ച് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടാൽ അത്രയും നന്നായിട്ട് ഫ്ലേവർ ഇറങ്ങും. അതിനുശേഷം നമ്മുടെ പട്ട, ഗ്രാമ്പു, കച്ചോല അതെല്ലാം കൈ വെച്ച് ഞാനൊന്ന് ഞുറുക്കി അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തു. പിന്നെ അതിനുശേഷം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അപ്പോൾ ഇത് പെട്ടെന്ന് എല്ലാവർക്കും എളുപ്പമായിട്ട് ചെയ്യാം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് ഇല്ല ബ്രൗൺ കളർ ആകണം. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് ചേർക്കുന്ന പോലെ പിന്നെ ദം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതിനി കുക്കറിലിട്ട് നമ്മൾ വിസിലെടുത്തെടുത്താൽ നമ്മുടെ ബിരിയാണിയാവും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ മുളക് പൊടി ഇട്ടു. ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്ന ബിരിയാണിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇത് ബിരിയാണി എന്ന് പറയാമോ എന്ന് വെച്ചാൽ പറയാം. അല്ലെങ്കിൽ നമുക്ക് പുതിയ പേരിട്ട് ചെമ്മീൻ ചോറെന്നൊക്കെ വേണമെങ്കിലും ഇടാം. എന്താ ആയിക്കോട്ടെ, നമുക്ക് വിശപ്പ് വേണം, അതുപോലെ നല്ല ഇച്ചിരി ടേസ്റ്റും ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് മല്ലിയില ഇരിപ്പുണ്ടായിരുന്നു, അപ്പം ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടു കേട്ടോ. മല്ലിയില ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു നെയ്യൊക്കെ അങ്ങോട്ട് വിട്ട് വരുന്നുണ്ട്, എണ്ണയൊക്കെ അങ്ങ് അതിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വീണ്ടും അതിൻ്റെ അടി പിടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. ഒരു കുക്കറുണ്ട്, കുറച്ച് പച്ചക്കറി ഉണ്ടെങ്കിൽ നമുക്കിത് സൂപ്പറായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനടുത്ത് ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3-4 ചെമ്മീനേ ഉള്ളൂ. അമ്മ കറി വെക്കാൻ വെച്ചിരുന്നതെന്ന് ഞാൻ അടിച്ചു മാറ്റിയതാണ്. അമ്മ ചോദിക്കുന്നുണ്ട് 2 പോരെ 3 പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ തരുമെന്ന് പറഞ്ഞ് വാങ്ങിച്ച് നന്നായിട്ട് അത് ഇളക്കി അതിനകത്തേക്ക് ഇളക്കിയിടുന്നുണ്ട്. അപ്പോൾ ഈ ചെമ്മീൻ അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ഈ ചെമ്മീൻ കുക്കറിൽ വിസിലടിച്ചെടുക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ലായിരുന്നു. ഇത് ഇല്ലെങ്കിൽ നമുക്ക് ഈ മസാലയില്ലേ, ചെമ്മീൻ ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അത്രയും കുക്ക് ചെയ്യണ്ട, ഒരു 5 മിനിറ്റ് ഒക്കെ കുക്ക് ചെയ്താൽ മതി. ഇങ്ങനെ നിങ്ങൾക്ക് ആ ഗ്രേവി മാറ്റി വെച്ചിട്ട് റൈസ് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം അതിട്ട് കൊടുത്താലും മതി. പക്ഷേ എൻ്റെ മടി കാരണം ഞാൻ എന്ത് ചെയ്തു, അല്ലാതെ ഇളക്കി വെക്കുകയാണ് ചെയ്തത്. ഇളക്കിയിട്ട് ഇനി അതിലേക്ക് ഞാൻ റൈസ് ഇട്ട് കൊടുക്കും ഡയറക്റ്റാണ്. ഇനി അതിലേക്ക് ഞാൻ അരി കഴുകി വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അരി ഇടുമ്പോഴത്തേക്കും ആ ഒരു അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ആ ഒരു കൊഞ്ചിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങുമല്ലോ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇനി കുറച്ച് വെള്ളം കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് അപ്പുറത്ത് പടക്കം പൊട്ടുന്നുണ്ട് വിചാരിക്കരുത്, അവിടെ എന്തോ വിശേഷമാണ്. ഞായറാഴ്ചകളിൽ മാത്രം കാണുന്ന പ്രത്യേക പ്രതിഭാസമാണ് കേട്ടോ അത്.
അപ്പം അതൊന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നാരങ്ങ, പുളിക്ക് വേണ്ടിയിട്ട് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നാരങ്ങ ചേർക്കുന്നത്. വലിയ അരിയാണ്, കുഞ്ഞരിയാണ് കേട്ടോ ഇങ്ങനെയുള്ള ബിരിയാണിക്കൊക്കെ നല്ലത്. എനിക്ക് ആ അരിയാണ് ഇഷ്ടം. പിന്നെ ഈ അരി ഫ്രൈഡ് റൈസിനൊക്കെയാണ് ഈ വലിയ അരി നല്ലതെന്ന് തോന്നുന്നു. കുറച്ച് നാരങ്ങയും കൂടി പിഴിഞ്ഞ് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി നമ്മൾ കുക്കർ മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഞാൻ ആവശ്യത്തിന് വെള്ളം, നമ്മൾ എത്രയാണോ അതിന് വെള്ളം വേണ്ടത് അത്രയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് ഞാൻ ഓപ്പൺ ചെയ്തു ഗായ്സ്. എന്താണ് അവസ്ഥയെന്ന് വെച്ചാൽ കുറച്ച് കുഴഞ്ഞിട്ടുണ്ട്, ഇല്ല കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. അതല്ല, അത് പിന്നീട് ഇതായിക്കോളും. അപ്പം എൻ്റെ കൊഞ്ച് ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ട് ഞാൻ കഴിക്കാൻ പോവാണ്.